بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ألفية بن مالك النصف الثاني ക്ലാസ് 54. بعطف عامل مزال قد بقي معموله دفعا لوهم التقي. കഴിഞ്ഞ ബൈത്തിൽ വാവ് ഫാ എന്നീ അത്ഫിന്റെ ഹർഫുകളും അതിന്റെ മഅ്തൂഫും കളയുന്നതിനെ കുറിച്ചാണ്, ഇൽത്തിബാസ് ഇല്ലെങ്കിൽ കളയാമെന്നാണ് നാം മനസ്സിലാക്കിയത്. എന്നാൽ ഈ ബൈത്തിൽ വാവ് എന്ന അത്ഫിന്റെ ഹർഫിന്റെ മാത്രം ഒരു പ്രത്യേകത, അതിന്റെ മഅ്മൂല് നിർത്തുകയും കളയപ്പെടുന്ന ഒരു ആമിലിനെ അത്ഫ് ചെയ്തതായി സങ്കൽപ്പിക്കുകയും ചെയ്യപ്പെടുന്ന രൂപത്തിൽ വാവ് എന്ന അത്ഫിന്റെ ഹർഫിനെ അവിടെ നിലനിർത്തും. മഅ്തൂഫിനെ കളഞ്ഞു. ആ മഅ്തൂഫ് ഒരു ആമിലായിരുന്നു, എന്നിട്ട് അതിന്റെ മഅ്മൂലിനെ അവിടെ അവശേഷിപ്പിക്കുന്നു. അത് നിർത്തുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ ആമിലിനെ കളയപ്പെടുന്നതുകൊണ്ട് അവിടെ ഒരു തെറ്റിദ്ധാരണ ഒന്നുമില്ല. ആ രൂപങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യാം. ഉദാഹരണം, ഉസ്കുൻ അൻത വ സൗജുക. ഉസ്കുൻ അൻത അങ്ങ് പാർക്കുക, വ സൗജുക. വ സൗജുക എന്നുള്ളടത്ത് വൽ തസ്കുൻ സൗജുക. വൽ തസ്കുൻ സൗജുക, അങ്ങയുടെ ഇണയും പാർക്കട്ടെ. അവിടെ സൗജുക എന്നത് മഅ്മൂലാണ്, ലി തസ്കുൻ എന്നതിന്റെ മഅ്മൂലാണ്. ലി തസ്കുൻ എന്ന ആമിലിനെ കളയപ്പെട്ടതാണ്. വാവ് എന്ന അത്ഫിന്റെ ഹർഫിനെ അവിടെ നിർത്തുകയും ചെയ്തു. അപ്പോൾ അത് വേറെ ഒരു നഹ്വിയായ നിയമത്തിന് എതിര് വരും എന്ന കാരണം കൊണ്ടാണ് വൽ തസ്കുൻ എന്നത് കളഞ്ഞു എന്ന് വെക്കുന്നത്. അതെന്താണ് നിയമം? വ സൗജുക എന്ന ലാഹിറായ ഇസ്മിന് ഉസ്കുൻ എന്നത് റഫ് ചെയ്യുകയില്ല. അവിടെ അംറ് ഫീലിന്റെ ഫായില് ലമീറായി വരുമ്പോൾ ആ ലമീർ ഫായില് മറക്കൽ നിർബന്ധമാണ്. അംറ് ഫീല് വമിൻ ലമീരി റഫ്ഇ മാ യസ്തതിറു കഫ്അൽ. അംറ് ഫീലിന് വരുന്ന ഫായില് മുസ്തതിറായ ലമീറാവൽ നിർബന്ധമാണ്. അപ്പോൾ സൗജു എന്നത് ഉസ്കുൻ എന്നതിന്റെ ഫായിലാവാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഫീല് കളയപ്പെട്ടു എന്ന് വെക്കുന്നത്. ഇതൊരു ഉദാഹരണം. അതുപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ കളയും. വഹിയ, വാവ് എന്ന അത്ഫിന്റെ ഹർഫ് ഇൻഫറദത്, അത് തനിച്ചിരിക്കുന്നു. ബി അത്ഫി ആമിലിൻ, ഒരു ആമിലിനെ അത്ഫ് ചെയ്യപ്പെടൽ കൊണ്ട്. എങ്ങനെയുള്ള ആമില്? മുസാലിൻ, ആ ആമില് കളയപ്പെട്ടിരിക്കുന്നു. മുസാലിൻ എന്നത് ആമിലിൻ എന്നതിന്റെ സിഫത്ത്. പിന്നെങ്ങനെയുള്ള ആമില്? ഖദ് ബഖിയ മഅ്മൂലുഹു, ആ ആമിലിന്റെ കളയപ്പെട്ട ആമിലിന്റെ മഅ്മൂല് അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു. സിഫത്തും ബഅദ സിഫത്ത്. ഇങ്ങനെയുള്ള ആമിലിനെ ആമിലിനെ അത്ഫ് ചെയ്യപ്പെടൽ കൊണ്ട് വാവ് തനിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് കളയപ്പെടുന്നത്? ദഫ്അൻ, തടുക്കാൻ വേണ്ടി. ലി വഹ്മിൻ, ഒരു തെറ്റിദ്ധാരണയെ തടുക്കാൻ വേണ്ടി. അത് നഹ്വിയോ മഅനവിയോ ആയ ഒരു വഹ്മ് ആയിരിക്കാം. ശാരിഹ് പറയുമ്പോൾ മനസ്സിലാകും. എങ്ങനെയുള്ള തെറ്റിദ്ധാരണ? ഉത്തുഖിയ, അത് സൂക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ. വഹിയ, അയിൽ വാവു വാവാകുന്നത് ഇൻഫറദത്
അത് തനിച്ചിരിക്കുന്നു മിൻ ബൈനി ഹുറൂഫിൽ അത്ഫി അത്ഫിന്റെ ഹർഫുകളുടെ കൂട്ടത്തിൽ നിന്ന് വാവ് മാത്രം തനിച്ചിരിക്കുന്നു ബി അത്ഫി ആമിലിൻ ഒരു ആമിലിനെ അത്ഫ് ചെയ്യപ്പെടൽ കൊണ്ട് എങ്ങനെയുള്ള ആമില് മുസാലിൻ ഐ മഹ്ദൂഫിൻ അത് കളയപ്പെട്ടതാണ് ഖദ് ബഖിയ മഅ്മൂലുഹു അതിന്റെ മഅ്മൂല് അവശേഷിക്കുകയും ചെയ്തിരിക്കുന്നു മർഫൂഅൻ കാന ആ മഅ്മൂല് മർഫൂ ആവട്ടെ നഹ്വു ഉസ്കുൻ അൻത വ സൗജുക അൽ ജന്ന അൽ സൗജു എന്നുള്ളത് മഅ്മൂലാണ് ആ മഅ്മൂല് മർഫൂ ആണ് അപ്പൊ അതിന് റഫ് ചെയ്ത ആമിൽ ഏതാ ആ ആമിൽ കളയപ്പെട്ടു ഐ വൽ തസ്കുൻ സൗജുക അങ്ങനെ മഅ്മൂല് മർഫൂ ആവട്ടെ ഔ മൻസൂബൻ അല്ലെങ്കിൽ മൻസൂബ് ആവട്ടെ നഹ്വു വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന ഒരു കൂട്ടം ആളുകൾ അവർ വീടിനെ അഭയകേന്ദ്രമാക്കിയിരിക്കുന്നു വൽ ഈമാന ഈമാനെ എന്ന് വെച്ചാൽ ഐ വൽഫൗ അൽ ഈമാന അവർ ഈമാനിനെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോ അവിടെ അൽഫൗ എന്നുള്ള ഒരു മഫ്ഊലിനെ ഒരു ആമിലിനെ കളയപ്പെട്ടു എന്ന് വെക്കണം അതെന്തിനാണ് അങ്ങനെ വെക്കുന്നത് എന്ന് ശാരിഹ് ശേഷം പറയുന്നുണ്ട് കാരണം ഈമാൻ എന്നുള്ളത് അഭയം തേടുന്ന സ്ഥലമാവുകയില്ല പാർക്കുന്ന സ്ഥലമല്ല അപ്പൊ ഈമാൻ എന്നുള്ളത് മുതബവ്വ ആവാത്തത് കൊണ്ട് അവിടെ അൽഫൗ എന്നുള്ള ഒരു ആമിലിനെ സങ്കല്പിക്കുകയാണ് ഔ മജ്റൂറൻ അല്ലെങ്കിൽ മജ്റൂർ ആവട്ടെ മഅ്മൂല് നഹു മാ കുല്ലു സൗദാഅ തംറതൻ വല ബൈളാഅ ശഹ്മതൻ നല്ല ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ് മാ കുല്ലു സൗദാഅ എല്ലാ കറുത്തതും അല്ല തംറതൻ കാരക്കയല്ല വല ബൈളാഅ അവിടെ വല കുല്ലു ബൈളാഅ എന്ന കുല്ലുനെ കളയപ്പെട്ടു എല്ലാ വെളുത്തതും അല്ല ഷഹ്മതൻ കൊടലല്ല അപ്പൊ കുല്ലു സൗദാഅ തംറതൻ വല കുല്ലു ബൈളാഅ ഷഹ്മതൻ കുല്ലു എന്നതിനെ അവിടെ കളയപ്പെട്ടു എന്ന് വെക്കണം ഐ വല കുല്ലു ബൈളാഅ ഷഹ്മതൻ എന്താണ് ഇവിടെ കുല്ലൂന്ന് കളഞ്ഞെന്ന് വെക്കാൻ കാരണം കുല്ലൂന്ന് കളഞ്ഞിട്ടില്ലെങ്കിൽ സൗദാഇന്റെ മേലിലാണ് ബൈളാഇന് അത്ഫാക്കുക അപ്പോ മാ കുല്ലു സൗദാഅ തംറതൻ വല ബൈളാഅ ഈ സൗദാഇന്റെ മേലിൽ ബൈളാഇന് അത്ഫ് ചെയ്യുമ്പോൾ നഹ്വിയായ ഒരു നിയമത്തിന് പ്രശ്നം വരുന്നുണ്ട് ഒരു ആമിലിന്റെ രണ്ട് മഅ്മൂലിനെ ഒരു ആത്തിഫ് കൊണ്ട് ആത്തിഫ് ചെയ്യൽ ജായിസാണ് അതേസമയം രണ്ട് ആമിലിന്റെ രണ്ട് മഅ്മൂലിനെ ഒരു ആത്തിഫ് കൊണ്ട് ആത്തിഫ് ചെയ്യാൻ പറ്റുകയില്ലെന്നാണ് നിയമം ആ നിയമത്തിന് എതിര് വരുന്നത് കൊണ്ടാണ് കുല്ലു എന്നതിനെ സങ്കല്പിക്കുന്നത് ശാരിഹ് പറയും വൈന്നമ ഹുമില മിസ്ലു ഹാദിഹിൽ അംസിലത്തി ഇതുപോലെയുള്ള മിസാലുകളെ ചുമത്തപ്പെട്ടു അല ഹദ്ഫിൽ ആമില് കളയപ്പെട്ടതാണെന്നതിന്റെ മേൽ ചുമത്തപ്പെടാൻ കാരണം ദഫ്അൻ തടുക്കാൻ വേണ്ടിയാണ് ലി വഹ്മിൻ ഒരു തെറ്റിദ്ധാരണയെ എങ്ങനെയുള്ള തെറ്റിദ്ധാരണ ഉത്തുഖിയ അത് സൂക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു അതെന്തിനാൽ ഓരോ ഉദാഹരണങ്ങളിലും ഓരോ രൂപത്തിലാണ് വഹ്മുകൾ മിൻ റഫ്ഇ ഫിഅലിൽ അംരി ലിൽ ഇസ്മിൽ ലാഹിരി ഉസ്കുൻ അൻത വസൗജുക എന്നുള്ള ലാഹിറായ ഇസ്മിന് അംർ ഫീൽ റഫ് ചെയ്തതാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഫിൽ അവലി ഒന്നാമത്തെ ഉദാഹരണത്തിൽ മൂന്നാമത്തെ ഉദാഹരണത്തിൽ എന്താ പ്രശ്നം വൽ അത്ഫി അല മഅ്മൂലൈ ആമിലൈനി രണ്ട് ആമിലിന്റെ രണ്ട് മഅ്മൂലിന്റെ മേലിൽ അത്ഫ് ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും രണ്ട് ആമിലിന്റെ രണ്ട് മഅ്മൂലിന്റെ മേലിൽ അത്ഫ് ചെയ്തതാണോ എന്ന് തോന്നിപ്പോകും അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ കുല്ലുനെ സങ്കല്പിക്കുന്നത് ഏതാ രണ്ട് ആമില്
ഒന്ന് മാ എന്ന ആമില്, രണ്ടാമത്തത് കുല്ലു എന്ന ആമില്. അതിന്റെ രണ്ട് മഅമൂലുകൾ ഒന്ന് ബൈളാഉം മറ്റൊന്ന് ഷഹ്മത്തും. അപ്പോ രണ്ടാമിലിന്റെ രണ്ട് മഅമൂലിന്റെ മേൽ അത്ഫ് ചെയ്യാൻ പാടില്ല. അത് ഒരു നഹ്വിയായ നിയമവിരുദ്ധമായൊരു കാര്യമാണ്. അതേസമയം കുല്ലു സങ്കല്പിച്ചാൽ ഒരാമിലിന്റെ രണ്ട് മഅമൂലിന്റെ മേലിൽ ഒരാത്തിഫ് കൊണ്ട് രണ്ട് മഅ്തൂഫിനെ അത്ഫ് ചെയ്യലാണ് വരിക. അത് പ്രശ്നമില്ലതാനും. ഫിസാലിസി, ഇത് മൂന്നാമത്തെ ഉദാഹരണത്തെ. അപ്പൊ മൂന്നാമത്തെയും ഒന്നാമത്തെയും ഉദാഹരണങ്ങളിൽ നഹ്വിയായ കാനൂനിന് ഭംഗം സംഭവിക്കുന്നുണ്ട്. അത് തീർക്കാൻ വേണ്ടിയാണ് അവിടെ കളയപ്പെട്ടു എന്ന് വെക്കുന്നത്. വഖൗനുൽ ആമിലി മുതബവ്വഅൻ ഫിസ്സാനി. അതുപോലെ രണ്ടാമത്തെ ഉദാഹരണത്തിലുള്ള പ്രശ്നം എന്താണ്? ഈമാൻ എന്നത് മുതബവ്വ എന്ന താമസിക്കപ്പെടുന്ന മസ്കൂനായ സ്ഥലമാകുന്നുണ്ട്. വല്ലദീന തബവ്വഉ ദാറ, വീട് മസ്കൂനായതുപോലെ വൽ ഈമാന, ഈമാനും മസ്കൂനാകുക എന്ന് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് അൽഫൗ എന്ന് സങ്കല്പിച്ചത്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.